അങ്ങനെ ഓരോ പടങ്ങളായിട്ട് ഇങ്ങനെ എഴുതി. ഇതൊക്കെ എടുത്തു പറയേണ്ട പാട്ടുകളൊക്കെ. അല്ലു മാത്രമല്ല, ഒത്തിരി പടങ്ങൾ എഴുതി. മലയാള സിനിമകൾ ഇതിനിടയ്ക്ക് ഭഗവാൻ എന്ന മോഹൻലാലിന്റെ പടം, ലാലേട്ടന്റെ പടം, ഫസ്റ്റ് ഫിലിം അതായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് അതിനുശേഷം ചെറിയ ചെറിയ കുറേ സിനിമകൾ എഴുതിയായിരുന്നു. ഫ്രണ്ട്ഷിപ്പ്, എന്താ പറയുന്ന കോൾഡ് സ്റ്റോറേജ്, അവർ ഇരുവരും, ഒക്കെ ചെറിയ ചെറിയ സിനിമകളായിരുന്നു. മലയാള സിനിമകളാണ് അതൊക്കെ. തിയേറ്ററിലൊക്കെ വന്ന് അങ്ങനെ ഒരു ശ്രദ്ധിക്കപ്പെട്ട സിനിമകളൊന്നും അല്ലത്. അതിനുശേഷം ഇപ്പം ഈ അടുത്ത കാലത്ത് എന്താ പറയുന്ന ബിജിബാലിൻ്റെ സംഗീതത്തിൽ അച്ഛനൊരു വാഴ വെച്ചു എന്ന് പറഞ്ഞ പടം, ധ്യാൻ ശ്രീനിവാസനും ഒക്കെ അഭിനയിച്ചൊരു പടം. അത് ഇറക്കാൻ പോണ പടം അല്ല, അത് ഇറങ്ങിയാണ്, കഴിഞ്ഞ വർഷം ഇറങ്ങിയ പടം. ബിജിബാലയുടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന പടം. ധ്യാനിന്റെ പടം ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന ഓണത്തിന് ശേഷം വള എന്ന് പറഞ്ഞ സിനിമ. മൂഷിൻ എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ. അതായത് കഠിന കടോരമി അണ്ടകടാഹം എന്ന് പറഞ്ഞൊരു പടം ഇല്ലായിരുന്നു, ഈ കോവിഡ് സമയത്ത് വന്ന OTT റിലീസ് ആയിരുന്നത്. നമ്മുടെ പുള്ളിക്കാരൻ ബേസിൽ ജോസഫ് നായകനായിട്ട് വന്ന പടം. നല്ല ശ്രദ്ധിക്കപ്പെട്ടൊരു പടമാണ്, നല്ല പടം. ആ പടത്തിന്റെ ഡയറക്ടറാണ് മൂഷിൻ. പുള്ളിയുടെ രണ്ടാമത്തെ പടം ഫെയർ ബേ ഫിലിംസ് എന്ന് പറഞ്ഞിട്ട്. അതും ഈ ദുൽഖറിന്റെ കമ്പനി വേഫറാർ ഫിലിംസ്, അവരാണ് അതും ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പൊ ഈ നമ്മുടെ ഈ സൂഫ്രം സോയും അവർ തന്നെയാണ് മലയാളത്തിൽ വേഫറാർ ഫിലിംസ് കൊണ്ടുവന്നിരിക്കുന്നത്.